കോട്ടയം കുറുപ്പന്തറയിൽ തോട്ടിലേക്ക് മറിഞ്ഞ കാർ കരക്കെടുത്തു. ഇന്ന് പുലർച്ചെയായിരുന്നു ഗൂഗിൾ മാപ്പ് നോക്കി ഓടിച്ച വിനോദസഞ്ചാരികളുടെ കാർ തോട്ടിലേക്ക് മറിഞ്ഞത്. ഹൈദരാബാദ് സ്വദേശികളായ 3 പുരുഷന്മാരും സ്ത്രീയുമായിരുന്നു കാറിലുണ്ടായിരുന്നത്. ഇവരെ നേരത്തെ തന്നെ രക്ഷപ്പെടുത്തിയത്. ഇവരുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര തുടർന്ന ഇവർക്കാണ് ഇത്തരത്തിലുള്ളൊരു അപകടം സംഭവിച്ചത്. നേരത്തെ അവരെ ആൾക്കാരെ രക്ഷപ്പെടുന്നു. ഇപ്പോൾ കാറും പുറത്തെടുത്ത് കഴിഞ്ഞു അല്ലേ? മൂന്നാറിൽ നിന്നും ആലപ്പുഴയിലേക്കുള്ള ഒരു യാത്രയിലായിരുന്നു. വെള്ളക്കെട്ട് കണ്ടപ്പോൾ, വെള്ളം നിൽക്കുന്നത് കണ്ടപ്പോൾ അത് വെള്ളക്കെട്ടായിരിക്കാമെന്ന ധാരണയിലാണ് മുന്നോട്ടെടുത്തത്. പിന്നീട് മനസ്സിലാവുകയായിരുന്നു അത് ഈ തോടായിരുന്നു എന്ന് മനസ്സിലാവുകയായിരുന്നു. പിന്നീട് വെള്ളത്തിനകത്തേക്ക് പൂർണ്ണമായും കാറ് ഇറങ്ങി അതോടുകൂടി തന്നെ ഇവർ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഡോറുകൾ തുറക്കാൻ സാധിച്ചില്ല വെള്ളത്തിനകത്ത് സമ്മർദ്ദം മൂലം. പക്ഷേ ഭാഗ്യവശാൽ എന്ന് പറയണം, പുറകിലെ ഡിക്കിയിലെ ഡോർ തുറക്കാൻ സാധിച്ചു. ഇതിലൂടെയാണ് എല്ലാവരും പുറത്ത് കടന്നത്. അങ്ങനെയാണ് ഇവർ രക്ഷപ്പെടാൻ സാധിച്ചത്. പിന്നീട് ഏറെ പുലർച്ചെയായിരുന്നു ഇത്തരത്തിലുള്ള അപകടം നടന്നത്. പിന്നീട് നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് ഈ കാറുകൾ പുറത്തെടുക്കാനും കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു. പിന്നീട് കാറ് കണ്ടെത്തുകയും പിന്നീട് അത് പുറത്തെടുക്കുകയും ചെയ്തു. ഈ രക്ഷപ്പെടുത്തിയ യാത്രക്കാർക്ക് പരിക്കുകളും അത്തരത്തിൽ ഗുരുതരമല്ല. അവർ എന്തായാലും ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഒരു തലനാരിഴയ്ക്കാണ് വലിയ ദുരന്തം ഒഴിവായത് എന്ന് വേണം പറയാൻ. അത്തരത്തിലുള്ള ഒരു ആശ്വാസത്തിൽ കൂടിയാണ് ഈ കുറുപ്പന്തറയിലെ നാട്ടുകാരെല്ലാം ഉള്ളത്. കാരണം ഇതിനു മുമ്പും പലപ്പോഴും ഇത്തരത്തിലുള്ള സമാനമായിട്ടുള്ള അപകടങ്ങൾ ഈ ഗൂഗിൾ മാപ്പ് വഴിതിരിച്ചതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിനെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നടത്തിയ യാത്രക്കിടെ അപകടക്കെണിയിൽ പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഒരു സംഭവത്തിൽ ഇവരെ 5 പേരെയും രക്ഷപ്പെടുത്താനും ഈ കാറ് പുറത്തെടുക്കാനും സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. ശരി, കോട്ടയിൽ നിന്നും മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.